വലാബിക്കും, അല്ലാഹുവാണ്, എനിക്കറിയില്ല കേട്ടോ. വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നതൊക്കെ ശരി തന്നെയാണ്. മാ യുഫ്അലു ബി വലാബിക്കും, എന്നെയോ നിങ്ങളെയോ നാളെ പാരത്രിക ലോകത്ത് പടച്ചതമ്പുരാൻ എന്താ ചെയ്യുന്നതെന്ന് വല്ലാഹി ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ ആ സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കരച്ചിലില്ലാത്ത ബോധമില്ലാത്തതുകൊണ്ടാണ്. ചരമക്കോളം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചത് നമ്മൾ വായിക്കേണ്ടത്. പക്ഷെ നാളെ നമ്മൾ മരിച്ചു എന്ന അതേ കോളത്തിൽ വാർത്ത വരും. നമ്മുടെ അയൽവാസി നമ്മളെ തേടി വരും. പിണങ്ങി നിന്നവരൊക്കെ വരുന്ന ദിവസം, മരിക്കുന്ന ദിവസം. അതുവരെ പിണങ്ങി നിന്നവർ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു വെക്കും. സലാം പറഞ്ഞാലും മടക്കൂല. കടന്നല് കൊത്തിയ മുഖമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ ആള് കണ്ണങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ വരികയാണ്. ഇനി കാണാൻ പറ്റൂല്ലോ. ഇനി തറവാട്ടില് നിരത്തി നിർത്തുമ്പോ പറമ്പിൽ വെച്ചായിരിക്കും കാണുക. അന്നേരം ഒന്നും സംസാരിക്കാൻ പറ്റൂല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രശ്നം. അപ്പൊ അവസാനത്തെ കാഴ്ച ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിക്കും. ഇതാണ് സഹോദരന്മാരെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ വളരെ നിസ്സാരനാണ്. ലോകത്തെ ഏറ്റവും വിവരമില്ലാത്ത സൃഷ്ടി ഏതാന്ന് ചോദിച്ചാൽ പറയാം മനുഷ്യനാണ്. ഒന്നും അറിഞ്ഞുകൂടാ, വെറും പൊട്ടന്മാരാണ്. എന്താ ഈ സംഗതി? ഒരാട് പ്രസവിച്ചാൽ ആ കുഞ്ഞ് കുറെ നേരം നിന്നിട്ട് ഇങ്ങനെ വയസ്സായ ആൾക്കാരുടെ പല്ലാറിനായി കുറച്ചു നേരം നിന്ന് ആടും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ നടന്നു പോയിട്ട് നേരെ പോയിട്ട് പാലുടിക്കും. ഇല്ലേ? പശു പ്രസവിച്ചാലോ അതെ, ഏത് ജന്തു പ്രസവിച്ചാലോ അതെ. മനുഷ്യൻ പ്രസവിച്ചാലോ, ഒരു പെണ്ണ് പ്രസവിച്ചൊരു മനുഷ്യക്കുട്ടീനെ അതിങ്ങനെ ഗീന്ന് കിടന്ന് കാണിക്കലല്ല, അതെ എടുത്ത് കുടിക്കാൻ അതിന് വെച്ചു കൊടുത്താൽ പോലും കുടിക്കൂല ചില കുട്ടികള്. അല്ലേ? എര തേടാൻ മൃഗങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് വേണ്ട. പക്ഷെ മനുഷ്യന് സ്കൂളിൽ പോകണം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, ആ കോഴ്സ് പാസ്സാവണം, എന്നിട്ട് ജോലി ചെയ്താലേ അവനെ അന്നം കിട്ടുള്ളൂ. അല്ലേ? മൃഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടോ? പക്ഷികൾക്കുണ്ടോ യൂണിവേഴ്സിറ്റി? ഇല്ല. അപ്പൊ ഒരു വിവരമില്ലാത്തവനാ മനുഷ്യൻ, ഏറ്റവും അഹങ്കാരി. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ പലതും നിയന്ത്രണ വിധേയമാക്കാനുള്ള കഴിവ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതിന് പകരം ദുനിയാവ് വാരിക്കൂട്ടാനുള്ള ശ്രമം, അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. ആ 4 ഭാര്യമാരുടെ കഥ പറഞ്ഞ ഒന്നാമത്തെ ഭാര്യയായ ആത്മാവ് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. മറ്റു 3നും വേണ്ടി ചെയ്യാൻ നമുക്കൊരു മടിയില്ല. മരിക്കാൻ ഒരാള് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഒരു സമുദ്രത്തിലെ മുഴുവൻ വെള്ളം കിട്ടിയാലും കുടിക്കാൻ അയാൾക്ക് ആഗ്രഹം ഉണ്ടാവും. അത്ര ദാഹമായിരിക്കും. കൊടുക്കുവോ? കൊടുക്കൂല. കല്ലാ ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് والتفت الساق بالساق إلى ربك يومئذ المساق. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, കണങ്കാലും തമ്മിൽ കൂടിപ്പിണരുമ്പോൾ, ഇത് തന്റെ റബ്ബിങ്കലേക്കുള്ള മടക്കമാണെന്ന് മനസ്സിലാക്കുമ്പോ, അറ്റകൈ പ്രയോഗിക്കാൻ ആരാണുള്ളതെന്ന് ചോദിക്കപ്പെടുമ്പോ എല്ലാം അവസാനിക്കുകയാണ്. ഭാര്യ അടുത്തുണ്ട്, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, വെള്ളം ഇരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ എന്ന് പറയാനുള്ള ശേഷി നാവിന് നഷ്ടപ്പെടുകയാണ്. അതുവരെ ഹറാമും ഹലാലും നോക്കാതെ കുടിച്ചവനല്ലേ, ഹറാമും ഹലാലും നോക്കാതെ തിന്നവനല്ലേ, ഹറാമും ഹലാലും നോക്കാതെ ആസ്വദിച്ചവരാണ്. പക്ഷേ ആ സമയത്ത് ആ മനുഷ്യന് പറയാൻ കഴിയുന്നില്ല. ശുദ്ധ ഖുർആന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ മരണത്തിന്റെ സന്ദർഭം അല്ലാഹു അവതരിപ്പിച്ച ശബ്ദമില്ലേ, കാഫ് കൊണ്ട് കുറെ ശബ്ദമല്ലേ റബ്ബ് പറയുന്നത്? ശ്രദ്ധിച്ചോ. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി الساق بالساق إلى ربك يومئذ المساق. ആ ഖാന്റെ ശബ്ദമുണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോ കഫം കുരുങ്ങും തൊണ്ടയിൽ. ഖാഫിന്റെ ശബ്ദം മാത്രമേ പിന്നെ പുറത്തേക്ക് കേൾക്കുകയുള്ളൂ. എന്ന ശബ്ദമായിരിക്കും. അത് പ്രായാധിക്യം കൊണ്ട് കിടക്കുന്ന രോഗി മരിക്കുമ്പോൾ മാത്രമല്ല, അപകടത്തിൽ മരിക്കുന്നവനായാലും ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവനായാലും റൂഹ് തൊണ്ടക്കുഴിയിൽ വരുമ്പോ
കഫം അവിടെ ഒന്ന് കുരുങ്ങുമ്പോ എന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും പുറത്തേക്ക് വരികയില്ല. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതങ്ങളിൽ മറ്റൊന്നാണത്. അതാ ഖുർആന്റെ പ്രത്യേകത. ആ മരിക്കുന്ന സന്ദർഭത്തെ പറ്റി പറയുമ്പോ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം തന്നെ ആ സന്ദർഭത്തെ പറ്റി അള്ളാഹ് പറഞ്ഞ ഇതാണ് സംഭവിക്കാനുള്ളത് എന്നാ. ഭാര്യ അടുത്തുണ്ട്, മക്കളടുത്തുണ്ട്, വെള്ളം കൊടുക്കൂല. അള്ളാഹുടെ ദുനിയാവിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും ചെറിയ സ്പൂൺ കൊണ്ടുവരും. ആരെങ്കിലും ആ സ്പൂണിൽ ഒരു സ്പൂൺ വെള്ളം കൊടുക്കാൻ പോയാൽ പിടിക്കും, മോനെ കൊടുക്കരുത്, ഏതായാലും മരിക്കല്ല, വെള്ളം കുടിക്കാതെ മരിക്കട്ടെ എന്നാ. അങ്ങനെയാണോ? ഏതായാലും മരിക്കും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തൂടെ, കുറച്ച് കരുണ കാണിച്ചൂടെ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരോട്? എന്തായാലും മരിക്കും, അള്ളാഹു തീരുമാനിച്ച സമയത്ത് മരിക്കും. വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യനാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തൂടെ, മോനെ പെട്ടെന്ന് മരിച്ചു പൊയ്ക്കോട്ടെ. സ്വർഗത്തിലേക്കാണെങ്കിൽ അത് വളരെ വേഗത്തിലും, നരകത്തിലേക്കാണെങ്കിൽ ഈ ഭാരവും ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ അങ്ങനെയല്ലോ, പെട്ടെന്ന് കൊണ്ടുപോകും. എന്തേ? സ്വർഗത്തിലേക്കാണെങ്കിൽ പെട്ടെന്ന് എത്തിക്കാം, നരകത്തിലേക്കാണെങ്കിൽ ആ കുരിശ് നമ്മുടെ തലേന്ന് ഒഴിവാക്കാന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കുറച്ച് വെള്ളം കൊടുത്താൽ എന്താ? കൊടുക്കൂല. ഭാര്യ അടുത്തുണ്ടാവും, എല്ലായിടത്തുണ്ടാവും. എന്താ കാര്യം? പക്ഷെ ഇവിടെ എല്ലാം സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, മുഅ്മിനുകളായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹേ സമാധാനം പ്രാപിച്ച ആത്മാവേ, റബ്ബ് നിന്നെ കുറിച്ച് തൃപ്തനാണെന്ന നിലക്ക്, നീ റബ്ബിനെ കുറിച്ചും തൃപ്തനാണെന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകൾ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന്റെ പ്രത്യേകത. ഞാൻ ചുരുക്കിയാ പറയണത്. എന്നാലോ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിലോ, ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ അയ്നമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ് ഖാലൂ ളല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും, ദുർനടപ്പുകാരായ തോന്യവാസികളായ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന, ളുൽമ് ചെയ്യുന്ന ആളുകളെ മരിപ്പിക്കാൻ മരണദൂതന്മാർ ചെല്ലുന്ന സന്ദർഭത്തിൽ ഖാലൂ, അവരാ മനുഷ്യനോട് ചോദിക്കുന്നു, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരെല്ലാം എവിടെ പോയടോ? നേർക്ക് നേരെ നടക്കുന്ന ചർച്ചയത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല. കാരണം മലക്കുകളെ കാണാനുള്ള ദൃഷ്ടി നമുക്കല്ല തന്നിട്ടില്ല. അത് പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. പിന്നെ കഴിയും ആർക്ക്? ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഇങ്ങനെ മരിക്കാൻ സമയത്ത് മലക്കുകളെ കാണും. എന്നാൽ ഞാൻ ഇങ്ങനെ സാധനത്തിനെ കാണുന്നുണ്ട്, ഇന്നതാണ് അതിന്റെ കോലം എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ മറ്റൊരത്ഭുതം. ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മോനെ നിന്റെ ചീട്ട് കീറാൻ പോണേ, നീ ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്, റമദാൻ മാസത്തിൽ 17-ാം രാവിന് ബദർ മൗലൂദ് കഴിച്ചില്ലേ? യാ മംബിഹി ഹല്ലറദാ വമംബിഹം മിന്നകിദാ ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ് ശുഹദാ. ആധിയുണ്ടോ നിനക്ക്? വ്യാധിയുണ്ടോ നിനക്ക്? ദുഃഖമുണ്ടോ? വിഷമമുണ്ടോ? പ്രയാസമുണ്ടോ? ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ് ശുഹദാ. സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. യാ അഹ്ല ബദ്റശ് ശുഹദാ, ബദർ ശുഹദാക്കളെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് നീ വിളിച്ചോളൂ എന്നല്ലേ ബദർ മൗലൂദുകാരൻ ഇരവ് പറയുന്നത്. മമ്പുറത്തെ തങ്ങളെ വിളിച്ചിട്ടുണ്ട്, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വിളിച്ചിട്ടുണ്ട്, അഹ്മദുൽ കബീർ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഔലിയാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, പിരാന്തന്മാരെയും വിളിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. മലക്ക് ഒന്ന് ചോദിക്കും, ഡാ ഇബ്രാഹിം കുട്ടി, നിന്റെ ചീട്ട് കീറാൻ പോണേ, നീ അല്ലാഹു അല്ലാത്ത കുറെ ആളുകളെ വിളിച്ച് നീ പിന്നെ പ്രാർത്ഥിച്ചിരുന്നല്ലോ, പേരെന്ത് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് എന്നാണ്. അങ്ങനെ മൗലവിമാര് പറയാ, കള്ള് ഇരിക്കണ കുപ്പിയുടെ പുറത്ത് മോര് എന്ന് എഴുതിയാൽ അത് കുടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കള്ള്
അതായത് മോര് പോലെയുള്ള ഇരിക്കുക. അതമ്മ മോര് എന്ന് എഴുതാതെ കുടിക്കാൻ പറ്റൂല. കള്ള് തന്നെ, ഹറാമു തന്നെ. പേരെന്ത് ഓമന പേര് കൊടുത്താലും ചെയ്യുന്നത് ശിർക്ക് തന്നെ, കുഫ്ർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പം